ദേ ഉർവശി, വിളിച്ചോണ്ട് പോരുമ്പോ തന്നെ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പറയരുതെന്ന്. കള്ളമല്ല, അവരിവിടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. കണ്ടോ നീ? ഏട്ടത്തേക്ക് ഞാനിത് തെളിയിച്ച് തരുമെന്ന് പറഞ്ഞാൽ തെളിയിച്ച് തന്നിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഏതായാലും അവരകത്തേക്ക് കേറിയിട്ടില്ല. നമുക്ക് അവള് കിടക്കുന്ന മുറിയിലൊന്ന് കയറി നോക്കാം. വേണ്ട, നിന്നെ പോലെ എനിക്ക് ഭ്രാന്തില്ല. ഏട്ടത്തിയോട് വരാൻ പറഞ്ഞില്ലേ? മുറിയിൽ അവളില്ലെങ്കിൽ അതിനർത്ഥം അവള് പുറത്തെവിടെ ഉണ്ടെന്നല്ലേ? അത്രയെങ്കിലും വിശ്വസിക്കാലോ. ഏട്ടത്തി, നമ്മളെ അവര് കണ്ടപ്പോ അവര് മറഞ്ഞു നിൽക്കുന്നതാ. അവളുടെ മുറി പോയി പരിശോധിച്ചേ പറ്റൂ. പോയി നോക്കാം. എനിക്ക് സംശയം തീർക്കാനല്ല, നിന്റെ സംശയം മാറ്റാനാ. രാധികയോട് വരുണ് നന്നായിട്ട് പെരുമാറുന്നതില് നിനക്കും കൽപ്പനയ്ക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്നത്തോടെ ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. വാ. ഈ കിടക്കുന്ന രാധികയെ കണ്ടുന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ഞാൻ കണ്ടതാ ഏട്ടത്തി. ഇത് അവളുടെ കള്ളം ഓർക്കുക. ഞാൻ വിളിച്ചു ചോദിക്കാം. വേണ്ട ഉർവശി, ആ പെൺകുട്ടിയെ ഇപ്പൊ വിളിച്ചുണർത്തി എന്തേലും ചോദിച്ചാലേ അത് ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാ. കുടുംബത്തിന്റെ നാണക്കേടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ അങ്ങോട്ട് നടക്ക. അന്നെന്താ ഉണ്ടായേ? എന്നെന്തേലും പറ. അയ്യോ, അവിടെ ആരും നമ്മളെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. താനേ കള്ളൊന്നും പറയണ്ട. നോക്കി, എന്റെ അടുത്തുനിന്ന് പോകാനുള്ള സൂത്രമല്ലേ? അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. കണ്ടത് കൽപ്പന എടുത്ത് ചെറിയമ്മയും കൊണ്ട്. അവരാണെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാരും വിളിച്ച് പുറത്തിറങ്ങും. എല്ലാവരുടെ മുന്നിൽ നമ്മൾ നാണം കിടും. നീ സത്യമാണോ പറയുന്നേ? അതെന്നെ. എന്നാ വാ വാ. കൃഷ്ണ, നീ കാത്തു.